വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ നെഗറ്റീവ് സൈഡുകളെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇതിന്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രം പറഞ്ഞ് ഇത് വലിയ എന്തോ ഒരു സംഭവമാക്കിയിട്ട് പലരെയും മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് പല ബിഗിനേഴ്സും ഇതിൽ ട്രേഡ് ചെയ്യാനും അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടാൻ വേണ്ടി ഫണ്ടഡ് ചലഞ്ചിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇതിന്റെ നെഗറ്റീവ് സൈഡും ഇതിന്റെ നിയമപരമായുള്ള പ്രശ്നങ്ങളൊന്നും അറിയില്ല. പല ആൾക്കാരും വിചാരം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഫോറക്സ് ട്രേഡിംഗ് ബാൻ മാത്രമേ ഉള്ളൂ, അത് വേറെ ദുബായിലുള്ള ഒരാളുടെ പേരിലൊക്കെ അക്കൗണ്ട് എടുത്ത് സോൾവ് ചെയ്ത പ്രശ്നം കഴിഞ്ഞു എന്നാണ്. പ്രശ്നം അവിടെ തീരില്ല. ഇതിൽ ഏറ്റവും ഫസ്റ്റത്തെ പ്രശ്നം വരുന്നത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഫോറക്സ്. അതും ബ്രോക്കേഴ്സും അതേപോലെ തന്നെ നിങ്ങൾ ഫണ്ടിങ് ചലഞ്ചിന് പോകുന്ന കമ്പനീസ് നടത്തുന്നത് കുറേ സ്കാമുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഫോറക്സ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോറക്സ് മാർക്കറ്റ് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ ഈ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിനുള്ള കൺട്രോൾ വളരെ കുറവാണ്. ഓരോ രാജ്യത്തും ഗവൺമെന്റിന് അത് കൺട്രോൾ ചെയ്യാം എന്നല്ലാതെ ഇന്റർനാഷണലി അതിനൊരു ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നോ ഒരാളും ഇല്ല. അതിന്റെ പ്രശ്നങ്ങളാണ് ഈ ബ്രോക്കേഴ്സിന്റെ സ്കാം. ഈ ബ്രോക്കേഴ്സ് പലതരത്തില് ട്രേഡേഴ്സിനെ സ്കാം ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുള്ള സ്കാം. ഇവര് ബ്രോക്കേഴ്സ് ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഒരു ഡെമ്മി അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും അവര് ഇഷ്ടമുള്ള പോലെ അവരെ PNL കാര്യങ്ങളൊക്കെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്യാം. അവരെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം. അതുവഴി നിങ്ങളെ വേണമെങ്കിൽ ആ ബ്രോക്കറിന്റെ അക്കൗണ്ട് എടുപ്പിക്കാനും അതേപോലെ തന്നെ അതിൽ ട്രേഡ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളെല്ലാം ഈ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് ഈ ബ്രോക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും വിചാരിക്കുക ഇതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുമല്ലോ എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ സെബിയുടെ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ബ്രോക്കേഴ്സിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷനും പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ബ്രോക്കേഴ്സിന്റെ പരിപാടി കഴിഞ്ഞു, അകത്താവും ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സും അകത്താവും. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ അത് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയാ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ആ ബ്രോക്കറിനെ തടയാനോ മേ ബി ആണെങ്കിൽ ഇൻഫ്ലുവൻസറിനെ പിടിച്ച് ജയിലിടാം, അല്ലാതെ ആ ബ്രോക്കറിനെതിരെ ഒരു കേസ് എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം ബ്രോക്കർ വല്ല മറ്റേ ടാക്സ് ഒക്കെ വെട്ടിക്കാൻ വേണ്ടി വല്ല മൗറീഷ്യസിലോ അങ്ങനത്തെ ഉള്ള വല്ല ഐലൻഡിലൊക്കെ രജിസ്റ്റേർഡ് ഓഫീസുള്ളവരാവും. അവിടേക്കൊക്കെ ലീഗലായിട്ട് പോകാൻ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊന്നും ഫോറക്സ് മാർക്കറ്റിൽ അത് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ സ്കാം നടത്തുന്ന കുറേ പരിപാടികൾ ഫോറക്സിലുണ്ട്. അത് പല വലിയ വലിയ ട്രേഡേഴ്സും അത് സമ്മതിച്ചുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ തന്നെ അറിയാം ഇങ്ങനത്തെ സ്കാമുകളെ പറ്റിയിട്ട്. അത് സെയിം ആസ് ക്രിപ്റ്റോയിലും അതുണ്ട്. ക്രിപ്റ്റോയിൽ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസും ഫ്രെയിം വർക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്കാം ചെയ്യണവരും ഉണ്ട്. പിന്നെ ഈ ഫണ്ടഡ് ഹൗസുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫണ്ടിങ് ചലഞ്ചിനൊക്കെ പോകുമ്പോൾ ഒരു കാര്യം തിങ്ക് ചെയ്യുക. നമ്മുടെ അവിടെ ഉള്ള എത്രയോ വലിയ ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രേഡറെ ഹയർ ചെയ്യുമ്പോൾ ആ ട്രേഡറിനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകളിലൂടെയും ഇന്റർവ്യൂസിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അവർ ഹയർ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് മറ്റേ $100 കൊടുത്തിട്ട് അതിൽ ട്രേഡ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു ആൾക്കാരും ഹയർ ചെയ്യില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് തിങ്ക് ചെയ്യുക. ഏറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം തന്നെ 95% റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കണക്ക് അതെല്ലായിടത്തും സെയിം ആണ്. ഫോറക്സിലായാലും സ്റ്റോക്ക് മാർക്കറ്റിലായാലും എവിടെയായാലും അത് തന്നെയാണ് ഈ ഫണ്ടിങ് ചലഞ്ച് നടത്തുന്ന അവർ യൂസ് ചെയ്യണത്. അവർക്കറിയാം നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ പൈസ അടച്ചിട്ട് ആ പൈസ പോവുക അല്ലാതെ അക്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി അക്കൗണ്ട് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടാനുള്ള പരിപാടിയും അതൊക്കെ പല പല പ്രശ്നങ്ങൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാം. പേ ഔട്ട് കിട്ടിയിട്ട് അത് വിഡ്രോ ചെയ്യുമ്പോൾ പല പ്രശ്നം വരും, അത് കിട്ടാത്ത അവസ്ഥ. ഇൻഫ്ലുവൻസേഴ്സ് പറയും അവർക്ക് പേ ഔട്ട് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടിയെന്ന്. നിങ്ങൾ പോകുമ്പോൾ എത്ര പേർക്ക് ഈ പ്രശ്നം വരും? നിങ്ങൾ എന്നിട്ട് ഇവിടെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടിയില്ല എന്ന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പേ ഔട്ട് കിട്ടിയില്ലേ നിങ്ങളുടെ ഹാർഡ് വർക്ക് അതൊക്കെ അവിടെ വേസ്റ്റ് ആവും. അതിനേക്കാൾ നല്ലത് ആ പൈസ കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോണതാ. പല ആൾക്കാരും പെട്ടെന്ന് ഒരു റിച്ച് ആവാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടാൻ പോവുക. അതന്നെയാണ് ഈ ഫണ്ടിങ് ചെയ്യണ കമ്പനികളുടെ ബിസിനസ്സും. അവർക്കറിയാം നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ തോൽക്കാൻ തന്നെ ചാൻസ് കൊള്ളുന്നു. അവരതുകൊണ്ട് പൈസ ഉണ്ടാക്കണു, അവർ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കണു, അതൊക്കെ ചെയ്യണു. അപ്പോൾ ഈ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം തിങ്ക് ചെയ്യുക. ഒരിക്കലും വെറുതെ ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരം പല ആൾക്കാരും പറയുന്നത് ഇവിടെ പൈസക്കാർ കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ട് ആ പൈസയാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ തന്നെ എന്നാ തേങ്ങയാണ്. ആ ചലഞ്ചൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ
ആ പൈസ എടുത്തിട്ടല്ല അവർ ട്രേഡ് ചെയ്യാൻ തന്നെ. പൈസ ഉള്ളവർ ഇങ്ങനെ മറ്റേ വീട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ വിശ്വസിച്ചല്ല പൈസ കൊണ്ടു കൊടുക്കുക. അതൊന്നും നടക്കണ കാര്യമല്ല. അതൊന്ന് ജസ്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ പല ആൾക്കാർക്കും മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമ്മളെ തെറി വിളിക്കാൻ വരുന്നവരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഫോറക്സിന്റെ ആ ഒരു സൈഡിലുണ്ട്, സ്കാമുകളും പരിപാടിയൊക്കെ. പിന്നെ ബ്രോക്കേഴ്സ് ചെയ്യണ വേറെ കുറേ സ്കാം ഉണ്ട്. നിങ്ങളുടെ ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് അവർക്ക് വേണമെങ്കിൽ വലിയ വലിയ കമ്പനികൾക്ക് വിൽക്കാം. അത് അനുസരിച്ച് അവർക്ക് നിങ്ങൾക്കെതിരെയുള്ള പൊസിഷൻസ് എടുക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള പരിപാടിയൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കൺട്രിയുടെ ഉള്ളിൽ നിൽക്കണ കാരണം അവിടെ കുറേയൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസും കൺട്രോളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിൽ തന്നെ അതുകൊണ്ട് റെസ്ട്രിക്ഷൻസും കൺട്രോളും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഫോറക്സിന്റെ ബ്രോക്കർ ഇന്ത്യയിൽ തന്നെ ആവില്ല. അവരുടെ ഹെഡ് ഓഫീസ് അവിടെയൊക്കെ പുറത്താവും, ഈ ക്രിപ്റ്റോയിലുള്ള പോലെ തന്നെ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പല തരത്തിൽ നിങ്ങളെ സ്കാം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ ബ്രോക്കറൊക്കെ വന്നു, നിങ്ങൾക്ക് ബ്രോക്കറേജ് ഇല്ല അല്ലെങ്കിൽ കുറെ ലെവറേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിൽ അക്കൗണ്ട് എടുത്ത് അത്യാവശ്യം പൈസയൊക്കെ ഇട്ട് ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല ലാർജ് എമൗണ്ട് ആയിട്ട് ചിലപ്പോൾ പേ ഔട്ട് എടുക്കാൻ നോക്കുമ്പോഴാവും, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോഴാവും ബ്രോക്കറും അറിയാം അയ്യോ നിങ്ങൾക്ക് കുറച്ച് ടൈം വേണം, അത് വേണം. ലാസ്റ്റ് ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, ഒരു ആക്സസും ഇല്ലാണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? എവിടെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ ഒരു തേങ്ങയും പറ്റില്ല. നമ്മളിവിടെ സ്റ്റോക്ക് ബ്രോക്കറൊക്കെയാണ് അങ്ങനെ പോണേന്ന് വെച്ചാൽ നമുക്ക് കംപ്ലൈന്റ് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറച്ച് ഇൻഷുറൻസ് അവിടെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന് അതിനൊക്കെ ഉണ്ട്, ആ പൈസയെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുക. ഇവിടെ പോയിട്ട് നിങ്ങൾ എവിടെ കംപ്ലൈന്റ് കൊടുക്കാനോ ഒരാൾ സ്വീകരിക്കില്ല. ലാസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് വരും. ഫോറക്സിൽ ട്രേഡ് ചെയ്തതിന് റെഡിക്ക് ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളാവും വാദി പ്രതിയാവുന്ന അവസ്ഥയിലെത്തും. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഫോറക്സ് മാർക്കറ്റിലും അവിടെയൊക്കെ ഉണ്ട്. പല ആൾക്കാരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ദുബായ് താഴെ അക്കൗണ്ടൊക്കെ എടുത്ത് ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു എന്നാണ്. അങ്ങനെയല്ല. ഇനി നിയമത്തിന്റെ വഴിയിൽ വരുമ്പോൾ വേറെ കുറെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ സിറ്റിസൺസിന് ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വേറൊരാളുടെ അക്കൗണ്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല പൈസ വരിക. ഇവിടെ ഇപ്പൊ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം ലിങ്ക്ഡാ. ഈ പൈസ വന്നതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഇൻകം ടാക്സിന് കിട്ടും. ഇൻകം ടാക്സ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഈ പൈസ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് സോഴ്സ് കാണിച്ചു കൊടുക്കാനാ? ദുബായിലുള്ള ആൾക്ക് വർക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റൂ? ഒരു തേങ്ങയും പറ്റില്ല. അപ്പൊ സോഴ്സ് കാണിച്ചു കൊടുക്കാൻ പറ്റാണ്ട് ലാസ്റ്റ് ഇൻകം ടാക്സുകാര് ഈ പൈസ പിടിച്ചാ ചിലപ്പോൾ അവന്മാര് നല്ലൊരു ഫൈൻ അടിച്ചു തരും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോറക്സിൽ ട്രേഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവര് ഫെമാ റൂൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കേസ് വേറെ. അപ്പോൾ മൊത്തത്തിൽ പണി കിട്ടുന്ന അവസ്ഥയിലെത്തും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റിസ്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്തോ, നമ്മൾ പിന്നെ പറയില്ല. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ നിങ്ങൾക്കായി, നിങ്ങൾ ജയിലിൽ കിടന്നാലും നിങ്ങൾക്ക്, നമുക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ ഈ നെഗറ്റീവ് സൈഡ് കൂടി നിങ്ങൾ അറിയണം. വെറുതെ അഡ്വാൻറ്റേജസ് മാത്രം പറഞ്ഞിട്ട് അത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി വീഴാതെ ഈ ഡിസഡ്വാൻറ്റേജസ് അറിഞ്ഞു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കണമെങ്കിൽ എടുത്തോ, നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലൊക്കെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ പിന്നാലെ പോണവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പണി കിട്ടണേക്കാൾ മുമ്പ് രക്ഷപ്പെട്ടോട്ടെ. അതേപോലെ തന്നെ കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.